ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ആണെങ്കിൽ ബലരാമനോടായിട്ട് പറയുന്നുണ്ട്, മാനസേ നീ തന്നെ വിവാഹം കഴിക്കണം, ഇത് അമ്മയ്ക്ക് തന്ന വാക്കാണ്, ഇത് മോൻ പാലിച്ചേ പറ്റുള്ളൂ, കാരണം അവളോട് എനിക്കൊരു കടമയുണ്ട്, അതുകൊണ്ടാണ് മോൻ എൻ്റെ വാക്ക് കേൾക്കില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേനും അമ്മ പറഞ്ഞത് എന്താണെങ്കിലും ഞാൻ തീർച്ചയായും അനുസരിക്കാം, അമ്മയുടെ മനസ്സിൽ ഏത് ആഗ്രഹവും അതുതന്നെയാണ് എൻ്റെതും എന്ന രീതിയിലൊക്കെ ബലരാമൻ അമ്മയ്ക്ക് വാക്ക് കൊടുക്കുന്നു കേട്ടോ. അതിനുശേഷം തന്നെ കരീം സാഹിബും ഗുണ്ടകളും ചേർന്നിട്ട് വരുണിനെ അലികയിലേക്ക് തന്നെ കൊണ്ടുവരാം കേട്ടോ. എല്ലാവരുടെ മുന്നിലും വെച്ചിട്ട് തന്നെ വരുണിനെ പഞ്ഞിക്കിടുന്നുണ്ട്. കരീം സാഹിബ് പറയുന്നുണ്ട്, കൃഷ്ണമോനെ നീയല്ല ഇവനെ തല്ലി ചതയ്ക്കേണ്ടത്, കൺമണി മോളാണെന്ന് പറയുന്നു. അങ്ങനെ കൺമണി വരുണിനും അടിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വരുണിന് ഒരുവിധം പഞ്ഞിക്കിടുന്നുണ്ട് എല്ലാവരും കൂടിയിട്ട്. ആ സമയം അവിടെ ശ്രീദേവി അതെല്ലാം കണ്ടു നിൽക്കുന്നുണ്ട്. മേഡം ആകെ പ്രശ്നമായി എന്നുള്ള രീതിയിൽ മാനസി വിളിച്ച് അറിയിക്കുന്നുണ്ട് കേട്ടോ. ഈ ഡിസൈൻ മോഷ്ടിച്ചതാണെന്നും എല്ലാ കാര്യങ്ങളും അവൻ പറയുകയും മേഡത്തിൻ്റെ ഭാഗത്തും കുറ്റങ്ങളുണ്ടെന്ന് പറയുകയൊക്കെ ചെയ്തു. ആകെ പ്രശ്നമായി എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന മാനസ ഞെട്ടുന്നുണ്ട് കേട്ടോ. വീട്ടിലേക്ക് ചെല്ലുന്ന മാനസയ്ക്ക് സ്വന്തം അച്ഛൻ്റെ കയ്യിൽ നിന്നും അടി കൊട്ടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും സാഗറാണെങ്കിലോ കൃഷ്ണ വിളിക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ അലികയിലെ ഇന്നത്തെ പ്രോജക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അപ്പോഴത്തേനും അച്ഛ ഒരു വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, പക്ഷെ അതെല്ലാം സോൾവായി, നമുക്ക് തന്നെ ഇൻ്റർനാഷണൽ ഓർഡർ കിട്ടി എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാനതെല്ലാം വന്നിട്ട് വിശദീകരിച്ച് പറയാമെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. മാനസയാണ് എല്ലാത്തിനും പുറകെ എന്ന് പറയുന്നു. അങ്ങനെ സുജു ആണെങ്കിലോ തൻ്റെ മകന് വേണ്ടി മാനസി